നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പക്ഷിപ്പനി ഭീതി തുടരുന്ന ആലപ്പുഴ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച ആരോഗ്യവകുപ്പ്. ആലപ്പുഴയിൽ പക്ഷിപ്പനി പടരുന്ന സാഹചര്യത്തിൽ മനുഷ്യരിലേക്ക് രോഗബാധ ഉണ്ടാവാതിരിക്കാൻ ലക്ഷ്യമിട്ടാണ് ആരോഗ്യവകുപ്പ് ജാഗ്രത ഏർപ്പെടുത്തിയത്. ഇത്തവണ ആലപ്പുഴയിൽ ആദ്യം രോഗബാധ കണ്ടെത്തിയത് എടത്വ ചെറുതന മേഖലകളിലാണ്. ഏപ്രിൽ മുതൽ ജില്ലയിൽ പരിശോധിച്ച സാമ്പിളുകളിലൊന്നിലും മനുഷ്യരിൽ പോസിറ്റീവ് കേസ് കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. എന്നാൽ പശ്ചിമ ബംഗാളിൽ 4 വയസ്സുകാരിക്ക് രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് ആലപ്പുഴയിലും നിരീക്ഷണം കർശനമാക്കുന്നത്. അടുത്തിടെ മെക്സിക്കോയിൽ പക്ഷിപ്പനി ബാധിച്ച് ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു. ഇതും ആശങ്ക ഉയർത്തുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് നിലവിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത്. H5N2 വൈറസാണ് ആലപ്പുഴയിൽ പക്ഷികളിൽ കണ്ടെത്തിയത്. ഇതേ വൈറസാണ് മെക്സിക്കോയിൽ മനുഷ്യജീവൻ എടുത്തത്. ഇതാണ് ആശങ്ക കൂടാൻ കാരണം. അതേസമയം പശ്ചിമ ബംഗാളിലെ പുതിയ കേസ് ഉൾപ്പെടെ ഇതുവരെ രാജ്യത്ത് 2 കേസാണ് മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്തത്. 2019 ആദ്യത്തെ സംഭവം. ജനിതക വ്യതിയാനം സംഭവിച്ചാൽ പക്ഷിപ്പനി വൈറസ് മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. പക്ഷികളുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ സ്രവ പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ പോസിറ്റീവ് കേസുകൾ കണ്ടെത്തിയാൽ ചികിത്സ നൽകാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സജ്ജീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തിടെ സംസ്ഥാനത്ത് ആദ്യമായി കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതും ആലപ്പുഴ ജില്ലയിലാണ്. കോഴികളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത് ചേർത്തല മുഹമ്മ 4-ാം വാർഡിൽ ചത്തുവീണ ഒരു കാക്കയുടെ സാമ്പിൾ ഭോപ്പാലിലെ ലാബിൽ പരിശോധിച്ചപ്പോഴാണ് പക്ഷിപ്പനി കണ്ടെത്തിയത്. ഇതോടെ ആശങ്ക വർദ്ധിച്ചിരിക്കുന്നു. സാധാരണ പക്ഷിപ്പനി സ്ഥിരീകരിച്ചാൽ ആ പ്രദേശത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ വളർത്തുപക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയാണ് രോഗം നിയന്ത്രണ വിധേയമാക്കുക. എന്നാൽ കാക്കകളിൽ ഇതെങ്ങനെ പ്രായോഗികമാക്കും എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. കാക്കകൾ കൂട്ടത്തോടെ കഴിയുന്ന മേഖലകളിൽ രോഗം പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ.